മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്ന് നോക്കാനുള്ള ടോപ്പിക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനി ഒരു ഏരിയ കിടപ്പുണ്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. ഫസ്റ്റ് മൊഡ്യൂളല്ല, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൊഡ്യൂളിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ, പിന്നെ അൺപെയ്ഡ് സെല്ലർ, ഓപ്ഷൻ സെയിൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. അപ്പം ഇന്ന് ഞാൻ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ആരാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും അല്ലേ? സെല്ലറുടെ അടുത്ത് നിന്ന് ബയർ എന്തോ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പൈസ എന്ന് പറയുന്നത് അയാൾക്ക് കിട്ടിയില്ല, അല്ലെ കൊടുത്തില്ല. അപ്പോൾ അതല്ലേ ഒരു ജനറലായിട്ടൊരു അൺപെയ്ഡ് സെല്ലർ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സിമിലറാണ് നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കാം. The term unpaid seller may be defined as the seller to whom the full price of the goods sold has not been paid. Section 45 of the Sale of Goods Act lays down that a seller is an unpaid seller where the full price of goods sold has not been paid or tendered. A conditional payment is made by a bill of exchange or other negotiable instrument which has been dishonored, that is, the buyer failed to pay the amount on maturity of the instrument. അപ്പോൾ നമ്മുടെ സെക്ഷൻ 45 പ്രകാരം പറയുന്ന ഇതാണ്, ഒരു അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രത്യേകത ആ ഗുഡ്സിൻ്റെ മുഴുവൻ വിലയും, ഇപ്പോൾ 1000 രൂപയുടെ ഗുഡ്സാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ 950 രൂപയോ കൊടുത്തിട്ടുള്ളെങ്കിൽ നമ്മൾ അയാളെ വിളിക്കുന്ന പേര് അൺപെയ്ഡ് സെല്ലർ എന്നാണ്. ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേഡ്. ടെൻഡർ എന്ന് പറഞ്ഞാൽ ഓഫറാണ്. പൈസ മുഴുവനായിട്ടും കൊടുത്തില്ല, അല്ലെങ്കിൽ ഓഫർ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മിക്കവാറും ചെക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ബില്ല് കൊടുക്കുകയോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മുടെ ബയർ എന്ന് പറഞ്ഞ ആൾ കൊടുത്തു, അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിസോണർ ചെയ്തു. അതായത് അയാളുടെ അക്കൗണ്ടിൽ, ബയറുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് ഡിസോണർ ചെയ്തു. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഗുഡ്സിൻ്റെ മുഴുവൻ വില ഒന്നെങ്കിൽ ക്യാഷായിട്ടോ അല്ലെങ്കിൽ നെഗോസിയബിൾ ഇൻസ്ട്രുമെൻറ്റ് വഴിയായിട്ടോ മുഴുവനായിട്ടും കിട്ടാത്ത ഒരു സെല്ലറിനെ പറയുന്ന പേരാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ റൈറ്റ്സ് ആണ് ഒരു അൺപെയ്ഡ് സെല്ലർക്കുള്ളതെന്ന് ഇപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുകയാണ്. ഒരു അൺപെയ്ഡ് സെല്ലറാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ആരോ ഗുഡ്സിൻ്റെ മുഴുവനായിട്ടുള്ള പ്രൈസ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കിട്ടി, അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഡിസോണറായി പോയി. അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം റൈറ്റാണുള്ളത്? ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ റൈറ്റ് എഗെയിൻസ്റ്റ് ഗുഡ്സ് സോൾഡ്. നമ്മൾ കൊടുത്ത ഗുഡ്സിന് മേൽ നമുക്ക് ചില അധികാരങ്ങളുണ്ട്. റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയർ, അതുപോലെ തന്നെ ബയറുടെ മേൽ നമുക്ക് അധികാരമുണ്ട്. 2 തരത്തിലുള്ള അധികാരങ്ങൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഒന്ന് ഗുഡ്സിൻ്റെ മേലും, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ബയറുടെ മേലും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ വിറ്റ ആ ഗുഡ്സിൻ്റെ മേൽ എന്തെല്ലാം അധികാരമാണുള്ളത്. ഫസ്റ്റ് കേസ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, വെയർ ദി ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ഹാസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ബയറുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പെട്ടു. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എങ്കിൽ നമുക്ക് എന്തെല്ലാം അധികാരമാണ് ഗുഡ്സിന്മേൽ ഉള്ളത്. റൈറ്റ്സ് ഓഫ് ലീൻ എന്ന് പറയുമ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ലീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പിടിച്ചു വയ്ക്കാനുള്ള അവകാശമാണ്. റൈറ്റ് ഓഫ് ലീൻ ഈസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ആൻ അൺപെയ്ഡ് സെല്ലർ ഹാസ് ദ റൈറ്റ് ടു റീറ്റെയിൻ the goods in his possession and refuse to deliver them to the buyer until the full payment of the price is made to him or the price is offered to him. ഒന്നാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് മാത്രമേ ബയറുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുള്ളായിരുന്നു. പൊസഷൻ എന്ന് പറയുന്നത് സെല്ലറുടെ കയ്യിലാണ് ഇപ്പോഴും എങ്കിൽ സെല്ലർ എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബയറോട് പറയുകയാണ്, മുഴുവൻ പൈസ തരാതെ കണ്ട് നിങ്ങളുടെ ഗുഡ്സ് എന്ന് പറയുന്നത് ഞാൻ തരികയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുക. അപ്പം അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട സെൻറ്റൻസ് ഇതാണ്, refuse to deliver them to the buyer until the full payment of the price is made to him or the price is offered to him. ഇനി അതിന് ചില കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കൂടുതൽ വായിക്കാൻ ആഗ്രഹമുള്ളവർ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാത്ത കേസിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ രണ്ടാമത്തേത്, അതായത് ഗുഡ്സിന് മേലുള്ള രണ്ടാമത്തെ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഇനി ഗുഡ്സ് അയച്ചു പോയാൽ, അയച്ച്
ബയറുടെ അടുത്ത് എത്തിയില്ല, ഗുഡ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദ ടേം സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് ദ ഗുഡ്സ് വൈൽ ദേ ആർ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിറ്റ്, ദാറ്റ് ഈസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദി ബയർ. Where the unpaid seller has parted with the possession of the goods, then his lien is lost. But in certain circumstances, the unpaid seller can stop the goods in transit and prevent them from reaching into the buyer's possession until the price is paid. അപ്പോൾ ആ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മതി. The unpaid seller can stop the goods in transit and prevent them from reaching into the buyer's possession until the price is paid. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗുഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അത് ബയറുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടും പൈസ തരാതെ കണ്ട് ഗുഡ്സ് ഇനി തരില്ല എന്ന് പറയാനുമായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ അടുത്ത ഒരു റൈറ്റാണ് റൈറ്റ് ഓഫ് റീസെയിൽ എന്ന് പറഞ്ഞൊരു കേസ്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? റൈറ്റ് ഓഫ് ലീൻ ആയിരുന്നു. രണ്ടാമത്തെ അത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഗുഡ്സിന് മേലുള്ള റൈറ്റ് എഗനിസ്റ്റ് ദി ഗുഡ്സ് സോൾഡ് ക്യാപിറ്റൽ ലെറ്റർ എയിൽ വെയർ ദി ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. രണ്ടെണ്ണം ഉള്ളൂ, എ ക്ലോസും ഉണ്ട് ബി ക്ലോസും ഉണ്ട്. ദെൻ രണ്ടാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ് ഓഫ് റീസെയിൽ, മറിച്ച് വിൽക്കാനായിട്ടുള്ള അവകാശം. Unpaid seller's right of resale is contained in Section 54, Subsection 2 of the Sale of Goods Act, which provide that if the buyer fails to pay or offer the price within a reasonable time, the unpaid seller has the right to resell the goods in the following circumstances. അയാൾക്ക് വേറെ ആൾക്ക് വിൽക്കാനായിട്ട് പറ്റും താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ വെൻ ദി ഗുഡ്സ് ആർ ഓഫ് പെരിഷബിൾ നേച്ചർ, പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പച്ചക്കറി എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണെങ്കിൽ അത് മറിച്ച് വിൽക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വേർ ദ അൺപെയ്ഡ് സെല്ലർ ഹാസ് എക്സസൈസ്ഡ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ഓർ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഗീവ്സ് എ നോട്ടീസ് ടു ദ ബയർ ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു റീസെൽ ദ ഗുഡ്സ്. രണ്ടാമത്തെ റീസെയിലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബയർക്കൊരു നോട്ടീസ് കൊടുക്കുക, ഞാൻ ഈ ഇത് റീസെല്ല് നടത്താനായിട്ട് വേറെ ആൾക്ക് വിൽക്കാൻ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് കൊടുക്കുക. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ വേർ ദ സെല്ലർ എക്സ്പ്രസ്ലി റിസർവ് ഹിസ് റൈറ്റ് ഓഫ് റീസെയിൽ. അതായത് മൂന്നാമത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അയാളിൽ തന്നെ ഈ പൈസ കൊടുത്തില്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും മറിച്ച് വിൽക്കാനായിട്ടുള്ള ഒരു അവകാശം ഉണ്ടെങ്കിൽ ബയറെ അറിയിക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് വേറെ തേർഡ് പാർട്ടിക്ക് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ബി ക്ലോസിൽ, അതായത് എ ക്ലോസ് ഏതാണെന്ന് നോക്കിക്കേ. എ ക്ലോസ് എന്നതായിരുന്നു, വെയർ ദി ഓണർഷിപ്പ് ഇഫ് ദി ഗുഡ്സ് ഹാസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. ബയറുടെ അടുത്ത് ഓണർഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ. ഇനി ഇത്രയും സാഹചര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ദെൻ ബി ക്ലോസിൽ വീണ്ടും പറയാണ്, വെയർ ദി ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ഹാസ് നോട്ട് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ ഓർ റൈറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് ഡെലിവറി. അതായത് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ബയറുടെ അടുത്തേക്ക് പോയിട്ടില്ല. സംടൈംസ് ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് സോൾഡ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ, ദെൻ ദി അൺപെയ്ഡ് സെല്ലർ ഹാസ് റൈറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ ദ പ്രൈസ്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, സെല്ലർക്ക് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ തന്നെ പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റും. ഇതിനടുത്തത് റൈറ്റ് എഗനിസ്റ്റ് ബയർ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഗുഡ്സിന്മേലുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പേജ് ഉണ്ട്, ട്രാൻസ്മിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റീസെയിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ബയറുടെ മേലെ എന്തെല്ലാം അവകാശങ്ങളാണ് ഉള്ളത്? ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഫോർ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ, വില തരണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഫോർ ഡാമേജ് ഫോർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്. അതായത് ഈ ബയർ എന്ന് പറഞ്ഞ ആൾ ആ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമുണ്ടായി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു വ്യക്തിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അടുത്ത മാസം 10-ാം തീയതി ആകുമ്പോഴത്തേക്കും ഞാൻ ഒരു 50 ലക്ഷം രൂപയുടെ വീട് നിങ്ങൾക്ക് തന്നേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ബയർ എന്ന് പറഞ്ഞ ആളത് വാങ്ങിക്കാനായിട്ട് റെഡിയായി. പിന്നീട് പറയുകയാണ് എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ആ ബയർ സമ്മതിച്ചുകൊണ്ടാണ് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിൽക്കാതെ വെച്ചിരുന്നത്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു. അപ്പം
അതിൻ്റെ പേരിൽ അയാൾക്ക് വന്ന നഷ്ടമൊക്കെ അതിൻ്റെ നഷ്ടപരിഹാരത്തുക ഈടാക്കാനായിട്ട് പറ്റും. ദെൻ അടുത്തത് suit for damages for repudiation of the contract before the due date of delivery of the goods. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്ന ഇതാണ്, where the buyer repudiate the contract before the date of delivery of the goods, the seller has the following options. അതായത് ബയർ എന്ന് പറഞ്ഞ ആൾ ആ ഡേറ്റ് ഓഫ് ഡെലിവറിക്ക് മുമ്പ് തന്നെ പറയുവാണ് ഞാൻ ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുവാണെന്ന് പറയുവാണെങ്കിൽ, ഹി മേ നോട്ട് ഇമ്മീഡിയറ്റ്ലി ടേക്ക് ആൻ ആക്ഷൻ എഗനിസ്റ്റ് ദ ബയർ ആൻഡ് വെയിറ്റ് ടിൽ ദ ഡെലിവറി ഓഫ് ദ ഗുഡ്സ്. അപ്പം മെയ് 10 മുമ്പ് തന്നെ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ ഗുഡ്സ് വേണ്ട എന്ന് പറയുവാണെങ്കിൽ പെട്ടെന്ന് സെല്ലർ ആക്ഷൻ ഒന്നും എടുക്കാൻ പാടില്ല. 10 അയാൾ വാങ്ങിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയണം. ഹി മേ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ദി കോൺട്രാക്ട് ആസ് റിപ്പുഡിയേറ്റഡ് ആൻഡ് ബ്രിങ്സ് എ ലീഗൽ ആക്ഷൻ എഗനിസ്റ്റ് ദ ബയർ ഫോർ ദ റിക്കവറി ഓഫ് ഡാമേജസ്. അയാൾ സെല്ലർ എന്ന് പറഞ്ഞ ആളെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺട്രാക്റ്റ് നിരാകരിച്ചു എന്നുള്ള ഒരു രീതിയിൽ എത്തിയിട്ട് ഡാമേജസ് റിക്കവർ ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ദെൻ നാലാമത്തേതെന്ന് പറഞ്ഞാൽ suit for interest ആണ്. when there is a specific agreement between seller and buyer as to interest on the price of the goods from the date on which payment become due, the seller may file a suit against the buyer for the recovery of interest. suit for interest പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇപ്പം നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഒരു വീട് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ച് സെല്ലറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അപ്പം നമ്മൾ സെല്ലറോട് പറയുവാണ് ഇപ്പോൾ ഉടനെ ഒന്നും ക്യാഷ് തരാനായിട്ട് പറ്റിയല്ല, 1 മാസം കഴിയട്ടെ അല്ലെ 2 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ആ കിട്ടാനുള്ള എമൗണ്ടിന്മേൽ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് സെല്ലർക്കുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ മീനിങ്. അപ്പം പേയ്മെൻറ്റ് ലേറ്റ് ആകും തോറും ആ സെല്ലറെന്ന് പറഞ്ഞ ആൾക്ക് ആ ക്യാഷ് കിട്ടി അയാൾക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ലാഭം കിട്ടേണ്ടതായിരുന്നു. അപ്പം ബയർന്ന് പറഞ്ഞ ആൾ ലാഗ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ക്യാഷ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാത്തത്. അപ്പോൾ അത്രയും നാളത്തേക്കുള്ള ഒരു നഷ്ടപരിഹാരം എന്ന രീതിയിൽ പ്രിൻസിപ്പൽ എമൗണ്ടിന്മേൽ സർട്ടൻ ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ മെയിൻ ഹെഡിങ്ങുകൾ എഴുതുക, താഴത്തെ പോയിൻ്റ് മാത്രം നോട്ട് ചെയ്ത് പഠിക്കുക. എക്സ്പ്ലനേഷൻസ് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതിയാവും, ഹെഡിങ്ങുകൾ പഠിക്കുക. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കേ. അൺപെയ്ഡ് സെല്ലർ 2 കണ്ടീഷനേ ഉള്ളൂ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? എന്നാണ്, ഫുൾ പ്രൈസ് കിട്ടിയില്ല, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണറായി. ഇനി ഗുഡ്സിന്മേലും റൈറ്റ് ഉണ്ട്, ബയറുടെ മേലും റൈറ്റ് ഉണ്ട്. ഗുഡ്സിന്മേലുള്ള റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ലീനും അതുപോലെ തന്നെ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസ്മിറ്റ്, റൈറ്റ് ഓഫ് റീസെയിൽ, അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. ദെൻ ഓണർഷിപ്പ് എന്ന് പറഞ്ഞതിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽഹോൾഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റാണുള്ളത്. നിങ്ങളതൊന്ന് നോക്കി നല്ലപോലെ ഒന്ന് പഠിക്കുക. പിന്നെ ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള റൈറ്റ്, കോൺട്രാക്റ്റ് റിപ്പുഡിയേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റൊക്കെ റൈറ്റ് എഗനിസ്റ്റ് ദി ബയറിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളിതിങ്ങനെ പല പേജിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടാണ്. ലോക്ക്ഡൗൺ മാറിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു രക്ഷയില്ല. ഇപ്പം നിങ്ങളതൊന്ന് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹെഡിങ്ങുകളൊക്കെ നോക്കി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.